ടാക്സി ഡ്രൈവറായ നാഗർകോവിൽ സ്വദേശി അൻസാദിനെ കാണാനില്ലെന്ന് കാണിച്ച് കുവൈത്തിൽ തന്നെയുള്ള പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഓഗസ്റ്റ് 31-ന് മുറിയിൽ നിന്ന് പുറത്തുപോയ ഈ യുവാവിനെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ഓടിച്ചിരുന്ന ടാക്സി കാർ ഫ്ളാറ്റിന് സമീപം സുരക്ഷിതമായി പാർക്ക് ചെയ്തിരുന്നു. ഓഗസ്റ്റ് 31-ന് വൈകുന്നേരം മുതൽ അൻസാദ് ഉപയോഗിച്ചിരുന്ന 2 മൊബൈൽ ഫോണുകളും പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. എന്നാൽ ഇന്ന് പുലർച്ചെ അൻസാദിന്റെ പിതാവ് അഹമ്മദ് ഖലീൽ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്ന MES പ്രസിഡന്റ് സാദിഖ് അലിയെ വിളിച്ച് മകനെ കണ്ടുകിട്ടിയതായി അറിയിക്കുകയായിരുന്നു. തന്റെ തിരോധാനത്തെക്കുറിച്ച് അൻസാദ് ആദ്യം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. 10 ശേഷം ഞാൻ എന്തെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു കാർഡ് എടുത്ത് കാണിച്ചിട്ട് മൊബൈൽസ് എന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ഞാൻ കയറി. കുറച്ച് ദൂരം പോയപ്പോൾ ഒരു സ്പ്രേ എടുത്ത് അടിച്ച്. പിന്നെ ഞാൻ റൂമിൻ്റെ അകത്തായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് അവന്മാർ വന്ന് കുബൂസും അസീറും തന്നിട്ട് ആട് മേയ്ക്കാൻ പറഞ്ഞു. അതേസമയം പിതാവിന്റെയും മകന്റെയും സംസാരത്തിലെ പൊരുത്തക്കേടുകൾ കാരണം കൂടുതൽ ചോദിച്ചപ്പോൾ താൻ മനഃപൂർവ്വം മാറി നിന്നതാണെന്ന സത്യം യുവാവ് തുറന്നു പറഞ്ഞു. എനിക്ക് വണ്ടി ഓട്ടാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ 1 മാസം മാറി നിന്നതാണ്. ഉമ്മയും വാപ്പയും കാണാതെ എന്നെ കൊണ്ട് മാറി നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ ഉമ്മലെ മോനിലായിരുന്നു 1 മാസം. അതേസമയം 3 ആഴ്ചക്കാലം ഒളിവ് ജീവിതം നയിച്ചതിന്റെ കാരണങ്ങൾ അൻസാദ് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. 3 ആഴ്ചത്തെ കാത്തിരിപ്പിന് ശേഷം ഏകമകനെ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് അഹമ്മദ് ഖലീൽ. ക്യാമറ പേഴ്സൺ ഷാജഹാൻ കൊയിലാണ്ടിക്കൊപ്പം മുനീർ അഹമ്മദ്,